നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അടിത്തട്ടിൽ പ്രചാരണം ശക്തമാക്കാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം വികസിത കേരളത്തിനായി ബി.ജെ.പി. എന്ന വിഷയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കും. ഇതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഉൾപ്പെടെ ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അടിത്തട്ടിൽ പ്രചാരണം ശക്തിപ്പെടുത്താൻ ബി.ജെ.പി. ഒരുങ്ങുന്നത്. വികസിത കേരളം മുദ്രാവാക്യമുയർത്തി മുതിർന്ന നേതാക്കൾ നയിക്കുന്ന മേഖലാ ജാഥകൾ, മണ്ഡലങ്ങൾ തിരിച്ചുള്ള അദാലത്തുകളും കോൺക്ലേവുകളും, ബൈക്ക് റാലികളും പദയാത്രകളും സംഘടിപ്പിക്കാനും സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി.ജെ.പി. ജനപ്രതിനിധികളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ശില്പശാലയും പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 12, 13 തീയതികളിലായാണ് ശില്പശാല. അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കുന്നുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ചില മീറ്റിങ്ങുകളുണ്ട്. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് നിരവധി കേന്ദ്ര മന്ത്രിമാർ ഡൽഹിയിൽ തന്നെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് കോർപ്പറേഷന് ഗുണപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആലോചനയുമുണ്ട്. ശില്പശാലയിൽ സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷന്മാരും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സംഘത്തോടൊപ്പം ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ പോകുന്നില്ല. മാതാവിന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലേഖ മാറി നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.